വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആക്ഷൻ സ്പെക്ട്രം എന്താണെന്നാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ആക്ഷൻ സ്പെക്ട്രം എന്ന് വെച്ചാൽ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അബ്സോർപ്ഷൻ ആണ്, ഏത് വേവ് ലെങ്ത് ലൈറ്റിലാണ് കൂടുതൽ പിഗ്മെന്റ്സ് അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നാണ്. ഇവിടെ അത് അബ്സോർപ്ഷൻ മാത്രമല്ല, ആ ഒരു അബ്സോർപ്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ ഏത് റിയാക്ഷൻ, ആ റിയാക്ഷൻ കൂടുതൽ നടക്കുന്ന അല്ലെങ്കിൽ മാക്സിമം റിയാക്ഷൻ നടക്കുന്ന വേവ് ലെങ്ത് ഏതാണ് എന്ന് റെപ്രസെന്റ് ചെയ്തതാണ് ആക്ഷൻ സ്പെക്ട്രം. ഇവിടെ നമ്മളുടെ ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ആക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ എവിടെയാണ് കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്കിൾമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ എങ്കിൾമാൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, അതായത് ആൽഗേനെ കൾച്ചർ ചെയ്തു. ആൽഗെ എന്ന് പറയുന്നത് എന്താ, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്, ലൈക്ക് പ്ലാന്റ്സ്. അപ്പം ഫോട്ടോസിന്തസിസ് നടന്നാൽ എന്തുണ്ടാകും? ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഏത് വേവ് ലെങ്ത്തിലാണ് കൂടുതൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇയാൾ പരീക്ഷിച്ചത്. ഇവിടെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് കൊടുത്തിട്ടുണ്ട്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അങ്ങനെ ഏത് വേവ് ലെങ്ത്തുകളിലാണ് കൂടുതൽ ഓക്സിജൻ ലിബറേഷൻ നടക്കുന്നത്? അപ്പോൾ ബാക്ടീരിയാസ് ഒക്കെ ഓരോ വേവ് ലെങ്ത്തിലും വളർത്തിയതിന് ശേഷം ഇയാൾ പരീക്ഷിച്ചപ്പോൾ ഒന്ന് ബ്ലൂ റീജിയനിലും പിന്നെ റെഡ് റീജിയനിലും, ബ്ലൂ റീജിയനിലും റെഡ് റീജിയനിലാണ് കൂടുതൽ ഓക്സിജന്റെ അളവ് കാണുന്നത്. സോ ഈ രണ്ട് വേവ് ലെങ്ത്തിലാണ് കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഈ ഒരു പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഉണ്ടാക്കിയ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു ആക്ഷൻ സ്പെക്ട്രം എന്ന്? അപ്പം ഇതാണ് ആ ഒരു ആക്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൽ വൈ ആക്സിസിൽ നമ്മൾ ആസ് യൂഷ്വൽ അബ്സോർബൻസും എക്സ് ആക്സിസിൽ വേവ് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, റെഡ് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം രണ്ട് പിഗ്മെന്റ്സ് ഉണ്ട്, ക്ലോറോഫിൽ ബിയും ക്ലോറോഫിൽ എയും. ഇതിൽ ക്ലോറോഫിൽ ബി നമുക്ക് ആദ്യം എടുത്താൽ ക്ലോറോഫിൽ ബിക്ക് രണ്ട് പീക്ക് ഉണ്ടല്ലേ, 1, 2. ഇവിടെ രണ്ട് പീക്സ് ഉണ്ട്. ഈ രണ്ട് പീക്കിൽ എവിടെയാണ് കൂടുതൽ അബ്സോർബൻസ് അല്ലെങ്കിൽ അബ്സോർബൻസ് കാണുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ റിയാക്ഷൻ എവിടെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പം ക്ലോറോഫിൽ ബി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ബ്ലൂ റീജിയനിലാണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് ഇവിടെ എപ്പോഴും ബ്ലൂ റീജിയൻ ആയിരിക്കും. ഇവിടെ ബ്ലൂ റീജിയനിലാണ് കൂടുതൽ അബ്സോർബൻസ് അല്ലെങ്കിൽ മാക്സിമം ആക്ടിവിറ്റി കാണുന്നത്. പിന്നെ അടുത്ത പീക്ക് ആണെങ്കിലോ ഇവിടെ ഏകദേശം റെഡിന്റെ അടുത്ത ഒരു ഓറഞ്ച് ആയിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. റെഡിന്റെ മാക്സിമം അടുത്തായിട്ടാണ് വരുന്നത്. ഇനി ക്ലോറോഫിൽ എ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പീക്ക് ആണെങ്കിൽ ഈ ഒരു പീക്കിൽ വരുന്നത് മെയിൻ ഇവിടെ ബ്ലൂ റീജിയൻ ആണ്, സോറി റെഡ് വേവ് ലെങ്ത് വരുന്ന റീജിയൻ ഏകദേശം 700ന്റെ അടുത്തായിട്ട് വരും. അതാണ് ക്ലോറോഫിൽ എയുടേത് വരുന്നത്. ഓക്കെ, ക്ലോറോഫിൽ എയുടെ മാക്സിമം പീക്ക്. അത് കൂടാണ്ട് ഏകദേശം ബ്ലൂവിൻ്റെ അടുത്തായിട്ടും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം ആക്ഷൻ സ്പെക്ട്രം, ആക്ഷൻ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് റേറ്റ് കൂടുന്നത് പീക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതായത് ഏതൊക്കെ വേവ് ലെങ്ത് ആണ്, ബ്ലൂ വേവ് ലെങ്ത്തും റെഡ് വേവ് ലെങ്ത്തിലും ആയിരിക്കും ഫോട്ടോസിന്തസിസിന്റെ അളവ് ഈ രണ്ട് പിഗ്മെന്റ്സിലും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ഷൻ സ്പെക്ട്രം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതിൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? ഇഫക്റ്റീവ്നെസ് ഓഫ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഓൺ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ വേവ് ലെങ്ത്തിൻ്റെ ഏത് ലൈറ്റ് വേവ് ലെങ്ത് ആണ് കൂടുതലായിട്ട് ഫോട്ടോസിന്തസിസിൽ ഇഫക്റ്റീവ്നെസ് ഉണ്ടാക്കുന്നത് എന്നാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം.